വാഗമൺ എത്തിയിട്ട് നമ്മൾ ആദ്യം പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ഇതൊരു അടിപൊളി സ്ഥലമായിരുന്നു, ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്, നല്ല രസമായിരുന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തൊരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇത്. ചാർലി, ഒടിയൻ, പിന്നെ നമ്മുടെ തമിഴ് സിനിമയായ പയ്യ, അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് ഈ പൈൻ ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറൊന്നും ഇല്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു, കാരണം ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയായിരുന്നു. അത് നമ്മളൊരു ഗാർഡനിൽ പോയിട്ടുണ്ട്, അത് കാണേണ്ട പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് പോയി കുറച്ച് റൈഡൊക്കെ കണ്ടു, അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. ഇതാ ചേട്ടൻ, അയ്യോ നമ്മൾ ഇതിങ്ങനെ കാണുമല്ലോ കേട്ടോ, ശരിക്കും നല്ല ഹൈറ്റിൽ പോകുന്നു, നല്ല ധൈര്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം എല്ലാം കൂടി അവിടേക്ക് ഇരുന്നു. ഇത് മനോജ് ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ ഇങ്ങനൊരു ഫൺ പേഴ്സൺ ആണെന്ന് പറഞ്ഞത് ഈ ട്രിപ്പ് പോയിട്ടാണ് കേട്ടോ. ഫൺ പേഴ്സൺ മാത്രം നല്ലൊരു ഫാമിലി പേഴ്സൺ കൂടിയാണ് കേട്ടോ ഇത്. മനോജ് ചേട്ടൻ്റെ മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നമ്മൾ കണ്ട അവിടെ അടിപൊളിയായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. നട്ടുച്ച സമയമായതുകൊണ്ട് അങ്ങനെ കൂടുതൽ റൈഡിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല, കാരണം നല്ല വെയിലുണ്ടായിരുന്നു അവിടെ. അടുത്ത നമ്മൾ പോയിട്ടുണ്ടായിരുന്ന മൊട്ടക്കുന്നിലേക്കാണ് കേട്ടോ. അതും ഒരു നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന പച്ച പുൽമലകൾ തന്നെയാണ് കേട്ടോ. നമുക്കൊരു സമാധാനം കിട്ടാനൊക്കെ അവിടെ വന്ന് വെറുതെ ഇങ്ങനെ കണ്ണ് തുറന്നൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം, അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നേ. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ വാഗമണ്ണിൽ. അങ്ങനത്തെ വാഗമൺ ട്രിപ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ട്രിപ്പായിരുന്നു, എല്ലാവരും ഒരേ വൈബിൽ ഒരേ എനർജിയിൽ അടിച്ചു പൊളിച്ചിട്ടൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്.